അപ്പോൾ മച്ചാമാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വർക്ക് എന്ന് വെച്ചാൽ ബാത്റൂമിൻ്റെ പ്ലംബിംഗ് വർക്കാണ്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഒരു 2 വേ ഡൈവേർട്ടിൻ്റെ ഫിറ്റിങ്സ് ഉണ്ട്. അതുപോലെ ഇവിടെ നമുക്കൊരു ഫ്ലഷ് ടാങ്ക് കെട്ടിയെടുക്കാനുണ്ട്, ലെഡ് വാൾ കെട്ടിയെടുക്കാനുണ്ട്. ഇവിടെ നമ്മൾ ഡൈവേർട്ടർ എടുത്തിട്ടുള്ളത് ജാഗോർ കമ്പനിയുടെ ഡൈവേർട്ടറാണ്. ഈ സ്റ്റോക്കൊക്കെ വന്നിട്ട് പേരിവേർ സ്റ്റോക്കൊക്കെ നമ്മൾ ഈ ഫ്ലഷ് ടാങ്കിലത്തേക്ക് വാട്ടറിൻ്റെ ഇൻലെറ്റിൽ ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ ഇവിടെ പൈപ്പും ഫിറ്റിങ്സ് എല്ലാം എടുത്തിട്ടുള്ളത് നമ്മൾ സുപ്രീമിൻ്റെ STR11 ആണ് പൈപ്പെല്ലാം എടുത്തിട്ടുള്ളത്. കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടിക്കേണ്ടത് പുറത്തോട്ടുള്ള പൈപ്പിൻ്റെ പീസാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ പുറത്തോട്ട് നമ്മൾ ഈ ഒരു ഭാഗത്താണ് ഹോൾ അടിച്ചിട്ടുള്ളത്. നമ്മൾ 3/4 ഇഞ്ചിൻ്റെ ഒരു കോർ ബിറ്റുണ്ട്, ആ ബിറ്റിട്ടാണ് ഹോൾ അടിച്ചത്. അല്ലെങ്കിൽ പുറത്ത് ഒരുപാട് ചുമര് ഇടിഞ്ഞു പോകും, പൂച്ച തന്നെയൊക്കെ. അപ്പോൾ ഈ ചുമരിൽ കൂടെയൊക്കെ നമുക്ക് ലൈൻ ഇറങ്ങുന്നുണ്ട്, അതപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇറങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടീര് തന്നെ തീർക്കാമായിരുന്നു. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഫ്ലഷ് ടാങ്കിൻ്റെ ലൈൻ വരുന്നത്. നമ്മുടെ ഹെൽത്ത് ഹോസെറ്റും അതുപോലെ ഫ്ലഷ് ടാങ്കിലേക്ക് കയറുന്ന വാട്ടർ ലൈനും ഈ ഒരു ഭാഗത്തു നിന്നാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത് ഇപ്പോൾ വാട്ടർ ഹീറ്ററിലേക്ക് വേണ്ടിയിട്ടുള്ള കോൾഡ് വാട്ടറിൻ്റെ ലൈനാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കോൾഡ് വാട്ടറിൽ നമ്മൾ ഇതുപോലെ ഒരു ക്രോസ് ബെൻഡ് ഇട്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ നേരത്തെ പ്ലംബിംഗ് ചെയ്യുന്ന വീഡിയോയിലൊക്കെ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. നമ്മൾ ഈ കോൾഡ് വാട്ടറിൻ്റെ ലൈനിൽ കൂടെ തന്നെ ഒരു പൈപ്പിന് കൂടെ ഇവിടെ കട്ട് ചെയ്ത് ഹോട്ട് വാട്ടർ കയറ്റി കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഒരു ബൈപ്പാസ് ബെൻഡ് ഒന്നും ഇടാൻ പറ്റില്ല. ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്നത് 2 എൽബോ ഒരു 45 ഇട്ടാണ് കറക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മളെ ലെഫ്റ്റ് സൈഡ് ഹീറ്ററിലും ഹോട്ട് വാട്ടർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ സൈറ്റുമായിട്ട് നമ്മളൊരു ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ടീ ഇട്ടിട്ട് ഇവിടെയാണ് ഒരു ബൈപ്പാസ് ബെൻഡ് ഇട്ടിട്ടുള്ളത്. ഇതിൽ നിന്നൊരു 3 കയറ്റം ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ബൈപ്പാസ് ബെൻഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡൈവേർട്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഹോട്ട് വാട്ടർ വരുമ്പോൾ ഇവിടെ ഒരു എൽബോ ഇട്ടിട്ട് കറക്റ്റ് ഇതിൻ്റെ ക്രോസിങ്ങിൽ കൂടെ തന്നെ ഒരു എൽബോ ഇട്ട് കയറുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിപ്പോൾ നേരത്തെ തന്നെ അടിക്കാത്തത്. ഇത് ചെയ്ത് ഈ ബൈപ്പാസ് ബെൻഡ് വെച്ചതിന് ശേഷം ഇനി ഒരു ചെറിയ കട്ടിങ്ങിലേ ഉള്ളൂ. അപ്പോൾ ഈ കട്ടിങ്ങിൽ കൂടെ തന്നെ നമ്മൾ ഹോട്ട് വാട്ടർ പോവും. അപ്പോൾ നമുക്ക് അതൊക്കെ ഇനി ചെയ്യുന്നത് നോക്കാം. ചില ആൾക്കാർക്ക് സംശയം തോന്നാം, നമുക്ക് ഇതിങ്ങനെ മുകളിൽ കൂടെ എടുത്തുവിടുന്നു. മുകളിൽ കൂടെ എടുക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് കുളിക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെയാണ് നമുക്ക് സോപ്പ് ഡിഷൊക്കെ വെക്കേണ്ട ഒരു പ്രൊവിഷൻ ഉള്ളത്. ഇങ്ങനായി പോയാൽ ഒരുപാട് മാറിപ്പോകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ലൈന് കുറച്ച് താത്താണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് എടുക്കാത്തത്. അപ്പോൾ നമുക്ക് ഇനി വർക്ക് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. നമുക്ക് ഡൈവേർട്ടിലേക്ക് കയറ്റേണ്ട കോൾഡ് വാട്ടറിൻ്റെ ലൈൻ നമ്മൾ ഈ സൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടീ ഇട്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡ് ഹോട്ട് വാട്ടർ ഇങ്ങനെ വന്ന് ഇതുവഴി അങ്ങ് പോകും. ഡൈവേർട്ടിന് വേണ്ടി നമുക്ക് കുറച്ച് കുഴിച്ചാറിന് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കവർ എടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു നെറ്റ് നമുക്ക് ഈ മട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ കവർ ഊരിയത്. അതിപ്പോൾ നമ്മൾ തിരിച്ച് വയ്ക്കും. ഫിനിഷിങ്ങിൽ 120 സെൻറ്റിമീറ്റർ കിട്ടാൻ കണക്കിനാണ് നമ്മളിവിടെ ലൈൻ ചെയ്തിട്ടുള്ളത്.
ഡ്രൈവേർട്ട് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുൻവശം ക്ലിയർ ആണെന്ന് നോക്കണം. അതുപോലെ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇത് കറക്റ്റ് മട്ടമാണോ നോക്കിക്കോളണം. അപ്പം നമുക്കിവിടെ ചെയ്യുമ്പോൾ കിട്ടേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു നെട്ടുണ്ടല്ലോ, ഈ നെട്ട് കറക്റ്റ് ഈ ചെമ്പര് മട്ടം കിട്ടണം. ഇതിങ്ങനെ കിട്ടണം. കുറച്ച് അകത്തോട്ട് ആണ് നിൽക്കുന്നത്. അത് നമ്മൾ ഈ പീസ് വരുമ്പോൾ കറക്റ്റ് ആവും. ഇനി അടുത്ത് നമുക്ക് ഹോട്ട് വാട്ടറിൻ്റെ ലൈൻ ഒട്ടിക്കും, എങ്കിലേ ഇത് കറക്റ്റ് ആ മട്ടം നിൽക്കൂ. നമ്മൾ ഹോട്ട് വാട്ടറിൻ്റെ ലൈൻ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടെ എൽബോ ഇട്ട് ഇത് പോയി വന്ന് നമ്മളെ ബൈപ്പാസ് ബെൻഡിൽ കൂടെ കറക്റ്റ് ഒരു എൽബോ ഇട്ടാണ് ഇപ്പുറത്ത് വന്നിട്ടുള്ളത്. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്യുന്ന രീതി മാത്രമാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് മാത്രമാണ് ശരിയെന്നൊന്നും നമ്മൾ പറയൂല, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. നമ്മൾ ഷവറിൻ്റെ പീസ് ഒടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ നെറ്റ് കറക്റ്റ് ഈ ചെമ്പന് മട്ടോടെ നിൽക്കുന്നത് അതിൻ്റെ സ്പിരിറ്റ് ലെവലിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇങ്ങനെ നിന്നാൽ നമുക്ക് ടപ്പിടുമ്പോൾ വേറെ തടസ്സമൊന്നും വരില്ല. ഒരു പൊടിക്ക് വെളിയിലായാലും വേറെ പ്രശ്നമൊന്നും വരില്ല. ഇനി നമുക്ക് ഈ ഷവറിൻ്റെ ബാക്കിലൊക്കെ ചാന്തൊക്കെ വച്ചതിന് ശേഷം ഈ പോയിൻ്റ് ഉറപ്പിക്കുന്നത് നമ്മൾ ഫുൾ അടയ്ക്കില്ല. കാരണം നമ്മൾ പോയിന്റ് മാത്രം ഇന്ന് ഉറപ്പിച്ച് വിടൂ. ഇത് നമ്മൾ പ്രഷർ ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ബാക്കിയെല്ലാം കൺസീലും അടയ്ക്കുന്നത്. ഈ ലൈനൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് കൺസീലർ ബസ് ടാങ്കിൻ്റെ വർക്ക് കൊണ്ട് ചെയ്യാം. അടുത്ത് നമുക്ക് സ്കൗട്ടിൻ്റെ പോയിന്റ് ചെയ്യാം. ഗവൺമെൻറ് നമ്മൾ റെഡീസറിൻ്റെ പുറകിൽ കുറച്ച് ചാന്ത് വെച്ച് കൊടുക്കാം. ചുമരെല്ലാം നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചൊന്ന് ക്ലീൻ ചെയ്തായിരുന്നു, അതാണ് നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കാത്തത്. ഒരു സൈറ്റ് വെച്ചതിന് ശേഷം നമുക്കിവിടെ ഒന്ന് നമ്മൾ ഈ നെപ്പിളിൽ മാത്രം ഒന്ന് ചിറ്റിയിൽ തട്ടി കൊടുക്കുക. അപ്പോൾ ഈ ചാന്തെല്ലാം കറക്റ്റ് പാക്കിംഗ് ആവും. നമുക്ക് ഇങ്ങനെ വെച്ച് ഇനി ആണിയൊക്കെ അടിച്ചൊന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് തന്നെ. പിന്നെ നമ്മൾ പുതിയതായിട്ട് പണി പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ എടുത്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തിവിടെ വാഷ് ബേസിൻ്റെ ലൈനും കൂടെ ചെയ്തിട്ട് ഷവറിൻ്റെത് നമുക്കൊരു ലാഡർ ഇട്ട് ആ പോയിന്റ് ഉറപ്പിക്കാൻ പറ്റും. ബാക്കിയെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അതുപോലെ ഇനി വാട്ടർ ഹീറ്ററിൻ്റെ പോയിന്റ് ഇവിടെ ഉറപ്പിക്കാനുണ്ട്. അടുത്ത് നമുക്ക് ഈ വാഷ് ബേസിൻ്റെ പോയിൻ്റൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ മച്ചാവല് നമ്മൾ ഇങ്ങനെ ഈ കാണുമ്പോൾ വാട്ടർ ഹീറ്ററിൻ്റെ പോയിന്റ്, ഹീറ്ററിൻ്റെ ഷവറിൻ്റെ പോയിന്റ് എല്ലാം ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹീറ്ററിൻ്റെ പോയിന്റും ബാക്ക് സൈഡ് ചാന്തെല്ലാം വെച്ചിട്ട് നമ്മൾ ടൈലി തന്നെ എല്ലാം ഈ കാണുമ്പോൾ വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഒരേ സ്പിരിറ്റ് ലെവലിൽ വെച്ച് മട്ടമാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഷവർ ഇപ്പം നമ്മൾ ഇങ്ങനെ ഹൈറ്റിൽ ചെയ്തതെന്ന് വെച്ചാൽ ഈ റൂം ഇങ്ങനെ തട്ട് ലെവൽ വരെ ടൈൽസ് ഒട്ടിക്കുമെന്നാണ് പറഞ്ഞത്. അതുപോലെ നമ്മൾ സാധാരണ നമ്മൾ റെയിൻ ഷവറിന് വേണ്ടി തറയുന്ന ഫിനിഷിംഗ് ഒരു AID ഹൈറ്റിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 230 സെൻറ്റിമീറ്റർ ഉണ്ട് തറയുന്നത്. അതുപോലെ നമ്മളിതെല്ലാം തൂക്കിട്ടിട്ട് കറക്റ്റ് തൂക്കെല്ലാം നോക്കിയായിരുന്നു. കറക്റ്റ് തൂക്കെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കറക്റ്റ് തൂക്കെല്ലാം നമ്മൾ നോക്കിയതായിരുന്നു. ഇപ്പോൾ ഷവറും സ്പൗട്ടും തമ്മിലായിരുന്നാലും കറക്റ്റ് തൂക്കാണ്. ആ ഒരു കറക്റ്റ് അളവിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, കറക്റ്റ് ലെവലാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വാഷ് ബേസിൻ്റെ ലൈനും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വാഷ് ബേസിൻ്റെ വേസ്റ്റ് വാട്ടർ നമ്മൾ ഒരു ഷോർട്ട് ബെൻഡാണ് വച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒന്നുകിൽ അവർ ഒരു 1 പീസ്
വാഷ് ബേസിൻ എടുത്താലും വയ്ക്കേണ്ട ഹൈറ്റാണ് നമ്മൾ തറയിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നമ്മളൊരു 63 സെൻറ്റിമീറ്റർ ഉണ്ട് ഈ നോർമലി കോൺക്രീറ്റ് ലെവലിൽ നിന്ന്. അതുപോലെ ഇവിടെ നമ്മൾ കുറച്ച് ചേർത്തിട്ടാണ് ഇതും വച്ചിട്ടുള്ളത്, നമ്മൾ വാഷ് ബേസിൻ്റെ വാട്ടർ പോയിൻ്റ്. കാരണം ഇങ്ങനെ ചേർന്നിരുന്ന ഹാഫ് പെഡ്സിലായി ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പാണ് അടിഭാഗം വരുന്നത്. നമ്മൾ ബാക്കിങ് മാറി നിന്നാൽ നമുക്ക് കിട്ടത്തില്ല, ഇവരോട് താത്ത് വയ്ക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെവൽ ചേർത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളെ വാൾ മൗണ്ട് ക്ലോസറ്റ് വയ്ക്കേണ്ട ഫ്ലഷ് ടാങ്കാണ് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത്. ഫ്ലഷ് ടാങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രോ ഹെയർ ഫ്ലഷ് ടാങ്കാണ്. ഇത് നമ്മൾ 4x3 റെഡീസറും നമുക്ക് ഒരു 3 ബെൻഡ് പൈപ്പും ഉണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഈ റെഡീസർ നമ്മൾ പൈപ്പിൽ കയറ്റാൻ വേണ്ടി ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണ് 4 പൈപ്പ്. ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത സമയത്ത് ഈ ഷോർട്ട് ബെൻഡിൽ വെച്ച പൈപ്പാണെങ്കിൽ നമ്മൾ ഒട്ടിച്ചിട്ടില്ലായിരുന്നു, വെറുതെയാണ് വെച്ചത്. അതുപോലെ നമ്മൾ ചിറ്റിലിട്ട് തട്ടിയപ്പോൾ തന്നെ ഇളകി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ബുഷിലൊന്ന് ചെറുതായിട്ട് സോൾവെൻറ്റ് തേച്ചിട്ട് കറക്റ്റ് വെച്ച് നമ്മൾ കയറ്റി കൊടുക്കുക. ഇത് ഫുള്ള് കയറ്റണം, നമ്മൾ കറക്റ്റ് അളവാണ് എടുത്തിട്ടുള്ളത്. ഈ കാണുമ്പോൾ ഫുള്ള് കയറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഈ 4 ബെൻഡിലായിട്ട് നമ്മൾ പൈപ്പ് ഒട്ടിച്ച് കൊടുക്കണം. സോൾവെൻറ്റ് തേച്ചിട്ട് പൈപ്പിൽ സോൾവെൻറ്റ് തേച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ക്ലോസറ്റ് എടുത്ത അളവ്, നമ്മളിവിടെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ക്ലോസറ്റ് ചെറിയുടെ ക്ലോസറ്റാണ്. നമ്മൾ കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് അളവാണ്. ഇവിടെ നമ്മൾ വയ്ക്കുന്ന ക്ലോസറ്റ് എന്ന് വെച്ചാൽ സെറയുടെ ഒരു ക്ലോസറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലോസറ്റ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലത്തേക്ക് ഒരു മോഡൽ ക്ലോസറ്റ്, ഫസ്റ്റ് ഫ്ലോറിലേക്ക് വേറൊരു മോഡൽ ക്ലോസറ്റാണ്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൻ്റെ ക്ലോസറ്റിൻ്റെ അളവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഫിനിഷിങ്ങിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് 18 സെൻറ്റിമീറ്ററാണ് ഫിനിഷിങ്ങിന് വേണ്ടത്. 18 സെൻറ്റിമീറ്റർ ആകുമ്പോൾ അടിസൈഡ്, ഞാൻ ഇപ്പോൾ അടിസൈഡ് എന്താണ് പിടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ടൈലിയർ വന്നാലും അവർക്ക് അളവെടുക്കുക എളുപ്പം ഈ അടിസൈഡാണ്. അപ്പോൾ നമ്മൾ സെൻറ്ററൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും സെൻറ്റർ അളവെടുക്കുക. അതാണ് നമ്മൾ ഈ അടിസൈഡ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫിനിഷിങ് വരുമ്പോൾ 18 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമുക്ക് 7 ഇഞ്ച് വരും, ഇഞ്ചിൽ വരുമ്പോൾ 7 ഇഞ്ച് വരും. 7 ഇഞ്ചാണ് നമുക്ക് ഈ ഫിനിഷിങ് കിട്ടേണ്ടത്. ഞാനിപ്പോൾ തറയിൽ നിന്ന് വച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഈ കോൺക്രീറ്റ് ലെവലിൽ തന്നെ ഇപ്പോൾ വച്ചിട്ടുള്ളത്. അപ്പോൾ 9 ഇഞ്ച് വച്ചിട്ടുണ്ട്. അപ്പോൾ ടൈൽസിൻ്റെ പണിക്കാർക്ക് വരുമ്പോൾ നമുക്ക് ചാന്ത് തന്നെ ടൈൽസ് തന്നെ വരും. അത് പോയിട്ട് നമുക്ക് 7 ഇഞ്ച് കറക്റ്റ് കിട്ടും. അതായത് 18 സെൻറ്റിമീറ്റർ ഈ അടിസൈഡാണ് ഞാൻ പറയുന്നത്. സെൻറ്റർ എടുക്കുന്നവർക്ക് സെൻറ്റർ കൊടുക്കാം. നമ്മൾ ഈ ബെൻഡ് വെച്ചിട്ട് കറക്റ്റ് ലെവൽ നോക്കേണ്ടത് ഇതേപോലെ സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് കറക്റ്റ് ഈ 2 സൈഡ് നോക്കുമ്പോൾ ഒരേപോലെ ആയിരിക്കും. 15.5 ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ അറിയാൻ പറ്റും. ഇനി അടുത്ത് നമുക്കിതിൽ ഫ്രെയിം സെറ്റ് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഫ്ലഷ് ടാങ്ക് നമ്മൾ ഈ ബോൾട്ട് വരുന്ന ഭാഗം എല്ലാം കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്ലഷ് ടാങ്ക് കറക്റ്റ് മട്ടമാണ്. എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രിൽ ചെയ്ത് കൊടുക്കാം. 10 mm ബിറ്റിട്ടാണ് നമ്മൾ ഡ്രിൽ ചെയ്യുന്നത്. ഈ ഫിഷറും ബോൾട്ടും എല്ലാം ഇതിനോട് നമുക്ക് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫിഷറെല്ലാം അടിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ ബോൾട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ ക്ലോസറ്റിൻ്റെ ബോൾട്ട് നമ്മൾ ഈ ഒരു കവറിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചാന്തൊന്നും ആവാതിരിക്കാൻ വേണ്ടി. ഇതുപോലെ ഒരു ടീ സ്പാനറാണ് എടുത്തിട്ടുള്ളത്. സാധാ സ്പാനറിട്ട് നമുക്ക് പുറകു വശത്ത് നിന്ന് ടൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ നമ്മൾ വയ്ക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ടാങ്കിൽ നമ്മൾ കറക്റ്റായ സ്പിരിറ്റ് ലെവൽ നോക്കിക്കൊള്ളണം.
അങ്ങനെ നമ്മൾ കാണുമ്പോൾ നമ്മളെ ഫസ്റ്റ് ടാങ്കിൻ്റെ ഫ്രെയിമും ബോൾട്ടും എല്ലാം നമ്മൾ നല്ല രീതിക്ക് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണാൻ പറ്റും നമ്മൾ സ്പിരിറ്റ് ലെവൽ വെച്ച് കറക്റ്റ് മട്ടത്തിനാണ് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ഈ ഫസ്റ്റ് ടാങ്കിലേക്കുള്ള വാട്ടർ കണക്ഷൻ കൊടുക്കണം. അത് നമ്മൾ സ്ഥിരം ചെയ്യുന്നത് നമ്മൾ ഈ ബോൾട്ടിൻ്റെ താഴെ വശത്താണ് സ്റ്റോക്കൊക്കെ നിൽക്കുന്ന രീതിയിൽ ചെയ്യുന്നത്. ചില ആൾക്കാർ നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ നിന്ന് ഒരു ടീ ഇട്ടിട്ട് കറക്റ്റ് ഈ മുകളിൽ തന്നെ കൊടുക്കാം. ഈ പൈപ്പിങ് താഴെ വരേണ്ടതില്ല. ഇപ്പം നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഈ ക്ലോസറ്റ് വയ്ക്കുമ്പോൾ അതിൻ്റെ നമ്മൾ പെട്ടെന്ന് ബാത്റൂമിൽ കയറി വരുമ്പോൾ കാണാത്ത രീതിയിൽ വയ്ക്കുന്നത്. അതായത് ഈ ബോൾട്ടിൻ്റെ താഴെയാണ് നമ്മൾ സാധാരണ എല്ലായിടത്തും വയ്ക്കുന്നത്. മുകളിലും ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് മാത്രം. ഈ വാട്ടർ കണക്ഷൻ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഫസ്റ്റ് ടാങ്കിലേക്കുള്ള വാട്ടറിൻ്റെ കണക്ഷന് വേണ്ടി ഇവിടെ ലൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കൂടെ 2 എൽബോ ഇട്ട് ഇവിടെയാണ് നമ്മൾ സ്റ്റോക്കൊക്കെ ഇട്ടത്. അപ്പോൾ നമ്മൾ ക്ലോസറ്റ് വയ്ക്കുമ്പോൾ വെളിയിൽ കാണത്തില്ല. ഇപ്പോൾ തറയിൽ നിന്ന് 1 അടിയുണ്ട്. ഈ കോൺക്രീറ്റ് ലെവലിൽ നിന്ന് 1 അടിയിലാണ് നമ്മൾ ഈ സ്റ്റോക്കൊക്കിൻ്റെ സെൻറ്റർ വെച്ചിട്ടുള്ളത്. അത് നേരെ വന്ന് ഇവിടെ 45 ആണ് നമ്മളെ ഫ്ലോട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഹെൽത്ത് ഹൗസിന് വേണ്ടി നമ്മളൊരു പോയിന്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കല്ല് കെട്ടി വരുമ്പോഴാണ് ഇവിടെ ഒരു 3/4 സൈറ്റ് റെഡ്യൂസർ ഇടുന്നത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ കല്ലൊന്ന് കെട്ടി റെഡിയാക്കണം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 90 സെൻറ്റിമീറ്റർ ഇവിടെ എടുത്തിട്ടുണ്ട്. ആ ഒരു വരയാണ് ഇവിടെ വരച്ചിട്ടിട്ടുള്ളത്. നമുക്ക് കല്ല് കെട്ടുന്ന എങ്ങനെയാണ് നോക്കാം. നമ്മൾ ആദ്യത്തെ വരി ചാന്ത് വയ്ക്കുമ്പോൾ നമ്മൾ ഈ ഒരു ലെവലാണ് വയ്ക്കേണ്ടത്. ഇതാണ് നമ്മളെ കല്ലിൻ്റെ തൂക്ക് വരേണ്ടത്, ഈ ഫ്രെയിമിൻ്റെ ലെവല്. നമ്മളിത് ബോൾട്ടൊക്കെ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ വേറെ പിടുത്തത്തിനൊന്നും വേറെ ഒരു പ്രശ്നം വരില്ല. ഇവിടെ നമ്മൾ 90 സെൻറ്റിമീറ്ററാണ്. അതുപോലെ ഒരു വര വരയ്ക്കണമെങ്കിൽ നമുക്ക് മുകളിൽ വരെ ഇതേ ലെവലിൽ തന്നെ ചെയ്യാൻ പറ്റും. മറ്റേ നമ്മളങ്ങനെ ഫസ്റ്റ് ടാങ്ക് ആയിട്ട് നമ്മൾ അവസാനത്തെ ഒരു വരിയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ടാങ്കിൻ്റെ കവറുണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു വരി വെച്ച് അങ്ങ് ഫിനിഷ് ചെയ്ത് നിർത്തും. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്ത രീതി ഒന്ന് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഈ കാണുന്ന തെർമോക്കോളിലെല്ലാം നമ്മൾ ചാന്ത് തേച്ചിട്ടുണ്ട്. ഈ ഗ്യാപ്പിലെല്ലാം നല്ല നീറ്റായിട്ട് ചാന്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റോക്കൊക്കെ ഉണ്ടല്ലോ, ഈ സ്റ്റോക്കോക്കിൽ നമ്മളിപ്പം ഇൻസുലേഷൻ ടാപ്പോ ടെഫ്ലോൺ ടാപ്പോ ഒന്നും ചുറ്റിയില്ല. നേരെ ഒരു 1 ഇഞ്ചിൻ്റെ പൈപ്പ് വെച്ചിട്ടുണ്ട്. കറക്റ്റ് ടൈറ്റായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് ടൈൽസിൽ വെച്ചതിന് ശേഷം ഇതിനൊന്ന് കറക്കി ഇളക്കി മാറ്റിയാൽ മാത്രം മതി. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചതെന്ന് വെച്ചാൽ ഒരു ബാത്റൂമിൽ ഇപ്പോൾ നമ്മൾ ഡൈവേർട്ടർ ഫിറ്റ് ചെയ്തതും അതുപോലെ ബാക്കി വാട്ടർ ഹീറ്ററിൻ്റെ പോയിൻ്റ് എല്ലാം ചെയ്യുന്നത് കാണിച്ച്, പിന്നെ ഈ കാണുന്നത് പോലെ നമ്മളൊരു കൺസീൽ ഫസ്റ്റ് ടാങ്ക് ലെഡ്ജ് വാൾ കെട്ടുന്നതും അത് വെച്ച അളവും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.